ഇതാണ് അപ്പൊ ഞങ്ങളുടെ മുറി. ഈ വീട്ടിൽ ഏറ്റവും വലിയ മുറി ഞങ്ങളുടെ കേട്ടോ. ഉണ്ണിമോളെ പ്രസവിച്ച് വന്ന സമയത്ത് അച്ഛൻ മേടിച്ചെന്ന് കട്ടില്ല നല്ല വിലയുണ്ട്. കേട്ടിടത്തോളം ഒരു 40,000 രൂപ വിലയുണ്ടെന്നാണ് കേട്ടത്. ബെഡും എല്ലാം കൂടെ കൂടിയേ ഈ അലമാരി ഉണ്ടല്ലോ 25,000 രൂപയാ അച്ഛൻ മേടിച്ചെന്നെയാ. എന്തൊരു പൊങ്ങച്ചാണ് സഹിക്കാൻ പറ്റുള്ള. ആ ചേച്ചിന്റെ ഫോൺ അടിക്കുന്നു, ഞാനൊന്ന് എടുക്കട്ടെട്ടാ. എത്രയുണ്ടായി മൊത്തം? എത്ര സ്വർണ്ണുണ്ട്? 18 പവനുണ്ട്. 18 പവനുള്ള ഷോ എന്റെ വീട്ടുകാർ 40 പവൻ തന്നിട്ടു. അതും ഇങ്ങനെ വ്യത്യസ്ത ഫാഷനിലുള്ള സാധനങ്ങളാണ് എല്ലാം തന്നിട്ട്. അതുകൊണ്ട് എന്താ എനിക്ക് ദിവസം ദിവസം മാറ്റിയിടാൻ ഓരോന്നുണ്ട്. അയ്യോ എന്തോ ഒരു ഭക്ഷണം നീ കഴിക്കതേ. ഇത് എങ്ങോട്ടാണ് ഈ പോണത്? എന്നെ കണ്ടാ പറയോ 2 മക്കളുടെ അമ്മയാണെന്ന്? കണ്ടോ ഇപ്പോഴും ഞാൻ നല്ല സ്ലിം ബൂട്ടി ആയിട്ടല്ലേ ഇരിക്കണത്. അതെന്തുകൊണ്ടാ വണ്ണമൊക്കെ കുറച്ചിരിക്കണം. ഞാൻ ചേട്ടനോട് പുറത്ത് പോയി കഴിഞ്ഞിട്ട് പലരും ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട് മോളാണോന്ന്. മൂത്ത മോളെ എനിക്കത് ഭയങ്കര നാണാ. അതുകൊണ്ട് ചേട്ടൻ എന്നെ കൊണ്ടുപോയില്ല ടൗണിൽ. ഒരു പിടി നമ്മുടെ ഭർത്താവിന്റെ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ വെക്കണം. കൈവിട്ട് പോയി കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല പാർവതി. ദൈവമേ, എല്ലാ കല്യാണം കഴിഞ്ഞ് വന്ന പെൺപിള്ളേരുടെ കഷ്ടകാലം പറയുന്നത് ഒന്നിന്റെ അമ്മായിമ്മ പോര്, അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അമ്മായിപ്പം പോര്. ഇവിടെ നേരെ തിരിച്ച ചേട്ടത്തിമ്മ പോരാം.